ഹൈകുട്ടിയുടെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം. 1.5 ഗ്ലാസ് മൈദാമാവ് എടുത്തിട്ടുണ്ട്, അതായത് പർപ്പസ് ഫ്ലോർ. അപ്പോൾ ഇത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയും ബട്ടർ എടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. ഇവിടെ ബട്ടർ ഞാനൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുക. ബട്ടറും ഉപ്പും ഒക്കെ എല്ലായിടത്തും വരത്തക്ക വിധത്തിൽ ഒന്ന് കുഴച്ചു കൊടുക്കണം. ഇത്രയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക. നല്ല ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലെണ്ണയാണ്. ഇതൊന്ന് അടച്ചു വെച്ചിരിക്കാം. ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 4-5 ഏലക്ക ചതച്ച് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതേപോലെ മധുരത്തിന് ആവശ്യമായ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുക. ഷുഗർ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ മതിയാവും. നമ്മുടെ മാവ് കണ്ടല്ല ഇതേപോലെ ആയിട്ടുണ്ട്, ഉണ്ടല്ല. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ വെച്ചിരുന്നിരിക്കും. ഒരു മുട്ട ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഉണ്ടല്ല. ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മാവെടുത്ത് വെച്ച് കൊടുക്കാം. എല്ലാ മാവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നീങ്ങൂല കൂട്ടുകാരെ. ഒത്തിരി ബലപ്പിച്ച് അങ്ങ് പിടിക്കരുത്, എങ്കിൽ ഇതിൽ കയറി ഒട്ടും. അപ്പോൾ ഇതേപോലെ നീക്കി നീക്കി വിട്ടു കൊടുക്കണം. ഉണ്ടല്ലോ. ഇനി നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഇളം തേങ്ങയായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഏകദേശം ഒരു കരിക്കിൻ്റെ അത്രയല്ല, കുറച്ചുകൂടെ വെടല എന്നൊക്കെ പറയുമല്ലേ,
അപ്പോഴതേ പരുവാണ്. ഇപ്പോൾ തേങ്ങ എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മുട്ടയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് തന്നെ മതിയാവും. അത് എയർ ഫ്രൈയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ാണ് വെച്ചിരിക്കുന്നത്. 12-നും 16-നും ഇടയ്ക്ക് വെക്കണം. 12-നും 16-നും ഇടയിലാണ് വെക്കാറുള്ളത്. ഇപ്പം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഉണ്ടല്ലേ. 12-നും 16-നും ഇടയിൽ. ഇനി ഇത് 180 ഡിഗ്രി ഉണ്ടല്ലേ. 180 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴിവിടെ 12-നും 16-നും ഇടയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഉണ്ടല്ലോ, 12-നും 16-നും ഇടയിൽ. ഓക്കെ, ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. ഉണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല തണുത്തതിന് ശേഷം വേണം എയർ ഫ്രൈന്ന് വലിച്ചിളക്കാൻ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ടായിരുന്നല്ലേ എനിക്ക് ഇളക്കിയെടുക്കാൻ, ഞാൻ തണുത്തതിന് ശേഷമാണ് ഇളക്കിയെടുത്തത്. പിന്നെ ബട്ടർ പേപ്പറിൽ വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോഴിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പർ, എന്തല്ല അടിപൊളി. അപ്പോൾ ടൈമറൊക്കെ കറക്റ്റ് ആയിരിക്കണം. ടൈമറും അതിൻ്റെ ചൂടും കറക്റ്റായിരിക്കണം. കണ്ടല്ലേ, എൻ്റെ അകമൊക്കെ അപ്പോൾ മധുരമൊക്കെ ഇച്ചിരി കുറവുണ്ട്. കണ്ടല്ലേ, ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകം ഇതേപോലെ ഇരിക്കും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.